కుతుబుషాహి కులి కుతుబుషాహి కులి కుతుబుషాహి ప్రేమ గురుతుగా కొలువైన నగరం బాగుమతికి బహుమతిగా ఇచ్చిన ఈ బాగు నగరం మా భాగ్య నగరం రంగు రంగులను రంగరించుకొని నింగి తారలను తలపించేలా ఇంద్రధనస్సు ఈర్షపడి ఆ ఇంద్రలోకమే రంది పడేలా కొలువైన నగరం హైదరాబాదు నగరం కొలువైన నగరం హైదరాబాదు నగరం. ചരിത്രമുറങ്ങുന്ന മഹാനഗരമാണ് ഹൈദരാബാദ്, നിസാമിന്റെ നാട്. വിവര സാങ്കേതിക വിദ്യയിൽ മുൻപേ പറന്ന നഗരം. ഹൈദരാബാദിലെ കാഴ്ചകൾക്കൊപ്പമാണ് ഇപ്പോൾ മാതൃഭൂമി യാത്ര. ചരിത്രം കഥ പറയുന്ന ചാർമിനാർ, നൂറ്റാണ്ട് പഴക്കമുള്ള ലാഡ് ബസാർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദായ മെക്ക മസ്ജിദ്, രാജ്യത്തെ 3 വലിയ മ്യൂസിയങ്ങളിലൊന്നായ സലാർ ജംഗ് മ്യൂസിയം, മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമായ പൈഗാറ്റോം, പുരാന ഹവേലിയിലെ നിസാമിന്റെ കൊട്ടാരം തുടങ്ങി ചരിത്ര പുസ്തകങ്ങളുടെ താളുകളെ സമ്പന്നമാക്കുന്ന കഥകളും സ്മാരകങ്ങളും നേരിട്ട് കണ്ടറിഞ്ഞ് യാത്ര ഹുസൈൻ സാഗർ തടാകത്തിലെ ബുദ്ധപ്രതിമയ്ക്കരികിൽ വരെ എത്തി. ഇനിയുമുണ്ട് കരയിൽ കാഴ്ചകൾ ധാരാളം. അവയിൽ ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു ചരിത്ര സ്മാരകമാണ് ഗോൽക്കൊണ്ട കോട്ട. ഹൈദരാബാദിൽ നിന്ന് 11 കിലോമീറ്റർ പടിഞ്ഞാറു മാറിയാണ് ഗോൽക്കൊണ്ട കുന്നുകളും അതിനു മുകളിലെ കോട്ടയും സ്ഥിതി ചെയ്യുന്നത്. ഖുതുബ് ഷാഹി രാജവംശത്തിന്റെ മധ്യകാലഘട്ടത്തിലെ തലസ്ഥാനമായിരുന്നു ഗോൽക്കൊണ്ട. വൃത്താകൃതിയിലുള്ള കുന്ന് എന്നാണ് ഗോൽക്കൊണ്ട എന്ന വാക്കിന്റെ അർത്ഥം. ഇന്ത്യയിലെ പുരാതനങ്ങളായ കോട്ടകളുടെ പട്ടികയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗോൽക്കൊണ്ട കോട്ടയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10 കിലോമീറ്റർ നീളമുണ്ട് ഈ കോട്ട. കോട്ടയുടെ പുറം മതിലിൽ അർദ്ധവൃത്താകൃതിയിലുള്ള 87 കൊത്തളങ്ങളുമുണ്ട്. പലയിടത്തും ഇപ്പോഴും പഴയകാലത്തെ പീരങ്കികൾ പ്രദർശനത്തിനായി സ്ഥാപിച്ചിരിക്കുന്നു. ഒരു കാലത്ത് ഈ കോട്ടയെ സംരക്ഷിച്ച് നിലകൊണ്ടവയാണ് ഈ പീരങ്കികൾ. ഗോൽക്കൊണ്ടയുടെ ശരിക്കുള്ള പേര് മൻകൽ എന്നാണ്. കക്കാതിയ രാജവംശം പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായാണ് ആദ്യം ഗോൽക്കൊണ്ടയിൽ കോട്ട പണിതത്. ഗ്രാനൈറ്റ് നിറഞ്ഞ കുന്നിൽ 120 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രതിരോധ സംവിധാനം പടുത്തുയർത്തിയത്. പിന്നീട് റാണി രുദ്രമാദേവിയും അവരുടെ പിൻഗാമി പ്രതാപരുദ്രനും ചേർന്ന് ഈ കോട്ട പുതുക്കി പണിയുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം പല രാജവംശങ്ങളും ഈ കോട്ട കൈവശപ്പെടുത്തുകയുണ്ടായി. 1501 ബാമണി സുൽത്താനായ കലി ഖുതബുൾ മുൽക്ക് തെലങ്കാനയുടെ ഗവർണറായി നിയോഗിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തന്റെ ഭരണ സിരാകേന്ദ്രമാക്കി മാറ്റിയത് ഗോൽക്കൊണ്ട കോട്ടയായിരുന്നു. പിന്നീട് 1538 ബാമണി ഭരണം ദുർബലമാവുകയും ഖുതുബ് ഷാഹി രാജവംശം ഇവിടം തലസ്ഥാനമാക്കുകയും ചെയ്തു. 1590 അവർ തലസ്ഥാനം ഹൈദരാബാദിലേക്ക് മാറ്റിയെങ്കിലും കോട്ടയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടായില്ല. കോഹിനൂർ ഉൾപ്പെടെ വിലയേറിയ ഒട്ടേറെ രത്നങ്ങളും വജ്രങ്ങളും ഒരു കാലത്ത് ഇവിടെ നിന്ന് ഖനനം ചെയ്തെടുത്തിരുന്നു. ഖുതുബ് ഷാഹി രാജാക്കന്മാരുടെയും പിന്നീട് വന്ന നിസാമുമാരുടെയും വൻതോതിലുള്ള സമ്പത്ത് ഈ രത്നങ്ങളിലൂടെ ലഭിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ആകെ 11 കിലോമീറ്ററോളം സ്ഥലത്തായാണ് കോട്ടയും അനുബന്ധ സമുച്ചയവും വ്യാപിച്ചു കിടക്കുന്നത്. കോട്ടയുടെ വിവിധ ഭാഗങ്ങൾ
കുന്നിൻ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൽപ്പടവുകളും കരിങ്കൽ കെട്ടുകളിലെ നിർമ്മിതികളുമെല്ലാം കോട്ടയിൽ പലയിടത്തും കാണാം. സ്വാഭാവികമായ പാറക്കെട്ടുകളെ അതേപോലെ നിലനിർത്തിയാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയ്ക്കുള്ളിലെ മോസ്കുകളിൽ ഒന്നാണ് ഇബ്രാഹിം മോസ്ക്. ഖുത്ബ് ഷാഹി വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ആരാധനാലയം. ലളിതവും എന്നാൽ മനോഹരവുമാണ് ഈ ചെറുപള്ളി. 3 കമാനങ്ങളും 2 മകുടങ്ങളുമായി ഒരു മിനിയേച്ചർ ശില്പം പോലെ ഇബ്രാഹിം മോസ്ക് നിലകൊള്ളുന്നു. വീണ്ടും കോട്ടയ്ക്ക് മുകളിലേക്ക് കയറുമ്പോൾ 2 ക്ഷേത്രങ്ങൾ കാണാം. ജഗദംബ ക്ഷേത്രവും മഹാകാളി ക്ഷേത്രവുമാണ് അവ. കോട്ടയുടെ പഴക്കമൊന്നും ഈ ക്ഷേത്രങ്ങളിൽ കാണാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ കോട്ടയുടെ പഴക്കം ഇവയ്ക്കുണ്ടെന്ന് കരുതുക വയ്യ. വൻ പാറക്കെട്ടുകൾക്കിടയിലാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. പാറകളിലെല്ലാം ദേവീപുരാണത്തിലെ ചിത്രങ്ങൾ വരച്ചുവെച്ചിരിക്കുന്നു. കൂറ്റൻ പാറകൾക്കിടയിലെ ഇടുങ്ങിയ വഴിയിലൂടെ വേണം മഹാകാളി ക്ഷേത്രത്തിലേക്ക് കയറാൻ. പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് ക്ഷേത്രത്തിനു മുകളിലെ പാറകളുടെ ഗാംഭീര്യം മനസ്സിലാവുക. ഇതാണ് കോട്ടയിലെ ദർബാർ ഹാൾ. കുന്നിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ദർബാർ ഹാൾ സ്ഥാപിച്ചിട്ടുള്ളത്. 2 നിലകളും തുറന്ന മട്ടുപ്പാവുമാണ് ഇതിന്റെ പ്രത്യേകത. താഴത്തെ നിലകൾ സന്ദർശകരായി എത്തുന്നവർക്ക് നിൽക്കാനും ഇരിക്കാനുമുള്ളതാണ്. വലിയ തൂണുകളിലാണ് ഇത് പണിതുയർത്തിയിരിക്കുന്നത്. തുറന്ന മട്ടുപ്പാവിൽ നിന്നുള്ള ഹൈദരാബാദിന്റെ ദൂരക്കാഴ്ചയാണ് ഏറ്റവും സുന്ദരം. കോട്ടയുടെ പല ഭാഗങ്ങളും ഇവിടെ നിന്നാൽ കാണാനാവും. കുന്ന് പൂർണ്ണമായും ഉപയോഗിച്ച് നിർമ്മിച്ച കോട്ടയുടെ നിർമ്മാണ ചാതുരി കൂടുതൽ വ്യക്തമാവുക ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ്. ഹൈദരാബാദ് എന്ന കോൺക്രീറ്റ് നഗരത്തിന്റെ സമ്പന്നതയിലേക്കും ഇവിടെ നിന്നുള്ള ആകാശക്കാഴ്ചകൾ വിരൽ ചൂണ്ടുന്നുണ്ട്. ചിലയിടത്ത് കൃഷിസ്ഥലങ്ങളും പച്ചപ്പും തെളിഞ്ഞു കാണാം. ഒരു ചരിത്ര സ്മാരകത്തിൽ നിന്ന് മറ്റൊരു ചരിത്ര സ്മാരകത്തിലേക്കുള്ളതാണ് ഹൈദരാബാദിലൂടെയുള്ള യാത്രകൾ. ഗോൽക്കൊണ്ട കുന്നിന്റെ താഴ്വരയിലാണ് 106 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഖുത്ബ് ഷാഹി ഹെറിറ്റേജ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 16-17 നൂറ്റാണ്ടുകളിൽ പ്രദേശത്തിന്റെ ഭരണം കൈയാളിയിരുന്ന ഖുത്ബ് ഷാഹി രാജവംശത്തിൽപ്പെട്ടവരുടെ ശവക്കല്ലറകളാണ് ഇവിടെയുള്ളത്. 40 മുസോളിയങ്ങൾ, 23 മോസ്കുകൾ, 6 കുളങ്ങൾ, ഒരു ഹമാം അഥവാ മൃതദേഹങ്ങളെ കുളിപ്പിക്കുന്ന ഇടം എന്നിവയാണ് ഇവിടെയുള്ളത്. മുഗൾ വാസ്തുകലയുടെ ഉത്തമ ഉദാഹരണങ്ങളായാണ് ഈ നിർമ്മിതികൾ കരുതപ്പെടുന്നത്. ഖുത്ബ് ഷാഹി രാജവംശത്തിൽ ആകെ ഉണ്ടായിരുന്ന 8 ഭരണാധികാരികളുടെയും ശവക്കല്ലറകൾ ഇവിടെയുണ്ട്. ആ കാലഘട്ടത്തിലെ സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ് ഈ നിർമ്മിതികൾ. പേർഷ്യൻ, പഠാൻ, ഹിന്ദു രീതികളെല്ലാം സമന്വയിപ്പിച്ചാണ് ഇവിടെ
ശവകുടീരങ്ങൾ തീർത്തിരിക്കുന്നത്. പലതവണയായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഇവ സംരക്ഷിച്ചു പോരുന്നത്. ചെറിയ ശവകുടീര മന്ദിരങ്ങൾ സ്ത്രീകളുടെയും വലിയവ പുരുഷന്മാരുടേതുമാണെന്നാണ് സൂചനകളിൽ കാണുന്നത്. ഹെറിറ്റേജ് പാർക്കിനുള്ളിലെ 15 ഹെക്ടറോളം സ്ഥലം സോണാക്കി മാറ്റിയിട്ടുണ്ട്. പാർക്കിലെ 6 കുളങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ബാഡി ബവോലി. സമീപകാലത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തി പുനരുദ്ധരിച്ച കുളമാണിത്. ഖുതുബ് ഷാഹി ഹെറിറ്റേജ് പാർക്കിലെ രാജകീയ പ്രൗഢിയുള്ള ഈ ശവകുടീരം 1602 നിർമ്മിക്കപ്പെട്ടതാണ്. 60 മീറ്ററാണ് ഇതിന്റെ ഉയരം. മുഹമ്മദ് കുലി ഖുതുബ് ഷായെയാണ് ഇവിടെ ഖബറടക്കിയിരിക്കുന്നത്. രാജസദസ്സിലെ നർത്തകരായിരുന്ന താരാമതി, ബാരാമതി എന്നീ സ്ത്രീകളുടെ ശവകുടീരങ്ങളാണ് ഇവയെന്ന് കരുതപ്പെടുന്നു. സ്മാരകങ്ങളായി നിലനിൽക്കുന്ന ശവകുടീരങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറുന്നു എന്ന പ്രത്യേകതയാണ് നമുക്ക് ഹൈദരാബാദിൽ കാണാനാവുക. ഈ വഴിയോരത്ത് തല ഉയർത്തി നിൽക്കുന്നതാണ് ഹൈദരാബാദ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സിറ്റി അഥവാ ഹൈടെക് സിറ്റി.